ഈ അതിലെന്ന് പറയുന്ന ഒരുത്തനുണ്ട്, അവനാണെങ്കിൽ അവൻ എന്തൊക്കെയാ പറയുന്നത് അവൻ തന്നെ അറിയത്തില്ല, ചുമ്മാ പറയാണ് എന്തൊക്കെയോ. നേരത്തെ പരിചയമുണ്ട്. എനിക്കൊന്നും അറിയത്തില്ല, ഇവനെയൊക്കെ ആർക്ക് പരിചയം എനിക്കറിയത്തില്ല. ബ്ലോഗറാണ്, റിയാക്ഷൻ വീഡിയോ ഇടുന്നതാണ്, മാന്യം മര്യാദക്കൊക്കെ ഇടണ്ട, ഒരു കഴമ്പുള്ളതിലുണ്ട്. ഹലോ ഗായ്സ്, അപ്പൊ ഇന്നത്തെ കണ്ടന്റ് രേണു ആണ്. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, നമ്മളിത് രേണുവിനെ കുറിച്ച് ചെയ്യുന്ന അവസാന വീഡിയോ ആയിട്ട് എല്ലാവരും കരുതുക. വേറൊന്നുമല്ല, ഇപ്പം അവരുടെ ഒരു മാർക്കറ്റ് വാല്യൂ ഇടിഞ്ഞതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അല്ലെങ്കിൽ അവർക്ക് മാർക്കറ്റ് വാല്യൂ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ റിയാക്ഷൻ ചെയ്യുന്നതെന്നും കൂടെ പറയുന്നില്ല. അവരുടെ പോരായ്മകളും കാര്യങ്ങളും കൂടി എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആവട്ടെ അല്ലെങ്കിൽ വ്യൂവേഴ്സ് ആവട്ടെ കുറേ പേര് പറയുന്നുണ്ട് അവർക്ക് വെറുതെ നമ്മളിങ്ങനെ വീഡിയോ ചെയ്ത് ഒരു ഹൈപ്പ് കൊടുക്കണ്ട ഇനി എന്ന് പറയുന്നുണ്ട്. എൻ്റെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി അങ്ങോട്ട് അവർക്ക് ആ ഒരു ഇത് കൊടുക്കുന്നില്ല. ഇപ്പൊ പണ്ടത്തെ അത്ര ആ ഒരു വ്യൂസും കാര്യങ്ങളൊന്നും രേണുവിന് കിട്ടുന്നില്ല എന്നുള്ള കാര്യങ്ങളും അവരുടെ ആ ഒരു വാല്യൂ ഇടിഞ്ഞു തുടങ്ങി എന്നുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാനിവിടെ ഒരു സ്ക്രീൻഷോട്ട് കൊടുക്കും. ഇത് 2 ദിവസം മുമ്പ് മെയിൽ സ്റ്റോൺ മേക്കേഴ്സിൽ വന്നിട്ടുള്ള അവരുടെ ഒരു ഇന്റർവ്യൂ ആണ്. അതിനകത്ത് കാണാം, അതിനകത്ത് 2 ദിവസമായിട്ട് 10,000 പോലും തികഞ്ഞിട്ടില്ല അവരുടെ ഒരു ഇന്റർവ്യൂ. സോ അതിനർത്ഥം അവരുടെ ആ ഒരു സോഷ്യൽ മീഡിയ വാല്യൂ കാര്യങ്ങളെല്ലാം ഇടിഞ്ഞു തുടങ്ങി എന്നുള്ളത് തന്നെയാണ്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫീഡിലോ കാര്യങ്ങളോ ഒന്നും രേണുവിൻ്റെ റീൽസോ കാര്യങ്ങളോ അങ്ങനെ വരുന്നില്ല, സജഷൻസിൽ അങ്ങനെ വരുന്നില്ല. സോ ഫോണിൽ രേണുവിനെ കാണിക്കുന്നതും ഈ രേണുഗ്രാം എന്നുള്ളതൊക്കെ മാറി ഇൻസ്റ്റാഗ്രാം തന്നെ ആയി തുടങ്ങിയിട്ടുണ്ട്. അവരുടെ ഇൻസ്റ്റാ പേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ വീഡിയോസിനും കാര്യങ്ങൾക്കൊക്കെ റീച്ച് കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. സോ അപ്പോൾ നമ്മളിനി അവർക്ക് നമ്മളായിട്ട് വീഡിയോ ചെയ്ത് ഹൈപ്പ് കൊടുക്കാൻ തീരുമാനിക്കുന്നില്ല. അപ്പം ഞാൻ ഇന്നലെ ഒരു വീഡിയോ യാദൃശ്ചികമായി കാണാനിടയായി. ഞാൻ എൻ്റെ തംബ്നെയിൽ കണ്ടിട്ടാണ് ഞാൻ സത്യത്തിൽ അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ തംബ്നെയിൽ ബിഷപ്പുമായിട്ട് ബന്ധം എന്നൊക്കെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഭാഗത്ത് തന്നെ കുറച്ച് കാര്യങ്ങൾ, ഒരു 5 മിനിറ്റ് എത്തുന്നതിന് മുമ്പ് തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. വേറെ ആരെയും കുറിച്ചിട്ടല്ല. ഈ അതുൽ വ്ലോഗ്സ് എന്ന് പറയുന്ന ചാനലിലെ പുള്ളി കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ രേണുവിനെ കുറിച്ച് ചെയ്യുന്നുണ്ടല്ലോ. അതുലിനെ കുറിച്ചിട്ടാണ് അപ്പോൾ അതിൽ പറയുന്നത്. അപ്പം നമുക്ക് എന്തായാലും അതൊന്ന് കേട്ട് നോക്കാം. അതുകൊണ്ട് തന്നെ നമ്മളിത് ലാസ്റ്റ് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇനിയിപ്പം നമ്മളാരും വീഡിയോ ചെയ്യാത്ത പക്ഷം പുള്ളിക്കാരി എന്ത് ചെയ്യുന്നുള്ള കാര്യങ്ങൾ നോക്കട്ടെ. പുള്ളിക്കാരി ഇപ്പോൾ ഒരു ബിഗ് ബോസ് വരെ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുഖ്യ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത് ഈ റിയാക്ഷൻ വ്ലോഗേഴ്സ് ഒക്കെ തന്നെയാണ്. ആദ്യം അവരെ സപ്പോർട്ട് ചെയ്ത് വന്ന ആളുകൾ അവരുടെ പ്രവൃത്തിയിൽ അവരെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് പേര് രംഗത്ത് വന്നതുകൊണ്ടാണ് അവർക്ക് അത്രയും ഒരു സോഷ്യൽ മീഡിയ ഹൈപ്പും പെട്ടെന്നൊരു ഫെയിമും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി അങ്ങോട്ട് നമ്മളാരും വീഡിയോ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരി ഇനി എന്താണ് സോഷ്യൽ മീഡിയക്കകത്ത് കാട്ടിക്കൂട്ടാൻ പോകുന്ന കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ കണ്ടറിയാം. കാരണം റീച്ചും കാര്യങ്ങളും മാർക്കറ്റ് വാല്യൂ ഇടിയുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് പല സ്ഥലങ്ങളിലെ അവസരങ്ങൾ കുറയും. കാരണം ഈ സോഷ്യൽ മീഡിയ ഫെയിംസിൻ്റെ ഒക്കെ പ്രധാന ഗുണം എന്ന് പറയുന്നത് തന്നെ സോഷ്യൽ മീഡിയ കുറച്ചൊക്കെ ഒന്ന് തിളങ്ങി നിൽക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ വാല്യൂ കുറയും. അവർക്ക് കിട്ടുന്ന വർക്ക് കാര്യങ്ങൾ കൊളാബാവട്ടെ അല്ലെങ്കിൽ വേറെ പല സാധനങ്ങളാവട്ടെ അവസരങ്ങളാവട്ടെ എല്ലാം കുറഞ്ഞു വരും. അപ്പൊ നമുക്ക് നോക്കാം എന്താ സംഭവം എന്നുള്ളത്. ഇനി നോക്കാം. ആദ്യം നമുക്ക് വീഡിയോ കാണാം. രേണുവിന് ഇത്രയും വ്യൂസ് ഉണ്ടാവുമെന്നോ ഇത്ര റീച്ച് ഉണ്ടാവുമെന്നോ, അപ്പൊ അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത്ര റീച്ചോ എനിക്ക് ഇത്ര വ്യൂസോ എന്നുള്ള ആ ഒരു അപ്പം അതൊരു സന്തോഷം തോന്നുന്നില്ലേ രേണുവിന്? സന്തോഷം തോന്നുന്നില്ലെന്ന് വെച്ചാൽ അതിനും ഒരു സന്തോഷമുണ്ട്. കാരണം കുറ്റം പറയാനാണെങ്കിലും അതിനകത്ത് നെഗറ്റീവ്സും ഉണ്ട്. കുറ്റം പറയാനാണെങ്കിലും ആൾക്കാർ കാണുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഒരുപാട് മാറി കേട്ടോ. ഈ ടിപ്പിക്കൽ കുറച്ച് ഈ എപ്പോഴും കുറ്റം പറയുന്ന കുറെ ഫേക്കുകളില്ലേ, അവറ്റകളാണ് മുഴുവൻ ഈ പിന്നെ ഇത് തന്നെ പല്ലവി പാടുന്നത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോടെ, നിങ്ങൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. ചേച്ചി മുടിയൊക്കെ നമ്മളെ വെപ്പുമുടിയെല്ലാം അഴിച്ചു വെച്ച് പണ്ടത്തെ ഹെയർ സ്റ്റൈലിലോട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് ഗൈസ്. നിങ്ങൾ എത്ര പേര് നോട്ട് ചെയ്തെന്ന് അറിയില്ല. എന്തായാലും ഇതാണ് ചേച്ചിക്ക് പറ്റിയ മുടി. മറ്റേത് പരമ ബോറായിരുന്നുള്ള കാര്യം പറയാലോ. അല്ലാതെ കുറേ പേര് പച്ചക്കറിന് അതുലെന്ന് പറയുന്ന അവനാണ് കിടന്ന് അതുല് ഒരു കണ്ണാടി വെച്ചവൻ. അവനെ എന്താണ് പിന്നെ കുറെ പെണ്ണുങ്ങളുണ്ട്. അതൊക്കെ ഞാൻ വെറുതെ എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് വെച്ചാൽ അവരെ വ്യൂ കൂട്ടി അവർക്ക് കഴിക്കുവാണെങ്കിൽ കഴിക്കട്ടെ എന്നെ വിട്ടിട്ട്. ഈ അതുലെന്ന് പറയുന്ന ഒരുത്തനുണ്ട്, അവനാണെങ്കിൽ അവൻ എന്തൊക്കെയാ പറയുന്നത് അവൻ തന്നെ അറിയത്തില്ല, ചുമ്മാ പറയാണ് എന്തൊക്കെയോ. നേരത്തെ പരിചയമുണ്ട്. എനിക്കൊന്നും അറിയത്തില്ല, ഇവനെയൊക്കെ ആർക്ക് പരിചയം എനിക്കറിയത്തില്ല. ബ്ലോഗറാണ്, റിയാക്ഷൻ വീഡിയോ ഇടുന്നതാണ്, മാന്യം മര്യാദക്കൊക്കെ ഇടണ്ട, ഒരു കഴമ്പുള്ളതിലുണ്ട്. സുധിച്ചേട്ടനെ കൊന്ന് ബിഷപ്പുമായിട്ട് രേണു സുധിക്ക് ബന്ധം ഇവൻ ഇടുന്നതാ. രേണു ചേച്ചിക്ക് അതൊന്ന് തെളിയിക്കാവോ? എവിടെയാണ് ബിഷപ്പുമായിട്ട് രേണു സുധിക്ക് ബന്ധം എന്ന ഒരു തംബ്നെയിലോട് കൂടി അല്ലെങ്കിൽ ഒരു വീഡിയോ അതുൽ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ഞാൻ ഈ അതുലിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ റിയാക്ഷൻ വ്ലോഗ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പേ കാണാറുള്ള ഒരാളാണ്. അതിൽ മിസ്ലീഡിങ് തംബ്നെയിൽസും കാര്യങ്ങളും കൊടുക്കാറുണ്ട് എന്നുണ്ടെങ്കിലും പക്ഷേ ഈ ഒരു ഇത്തരത്തിലുള്ള ഇങ്ങനെ ഇപ്പം ഈ പറഞ്ഞ കണക്കിനുള്ള സാധനങ്ങളൊന്നും തന്നെ അതിൽ കൊടുത്തിട്ടില്ല. കാരണം സുധീനെ രേണു കൊന്നതാണെന്നോ അല്ലെങ്കിൽ ബിഷപ്പുമായിട്ട് ബന്ധമുണ്ടെന്നോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ രേണു തന്നെ ഒന്ന് തെളിയിച്ച് തരിക. വേറൊന്നും കൊണ്ടല്ല, കാരണം ഇതൊരു അപവാദമാണ് പറയുന്നത്.
പുള്ളിക്കാരിക്ക് അതുൽ വീഡിയോ ചെയ്ത സമയത്ത് വലിയ പ്രശ്നമുണ്ടായി, നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. പക്ഷേ ഹനാൻ എന്ന് പറയുന്ന ഉറ്റ സുഹൃത്ത് അവരെ കുറിച്ചിട്ട്, ലോകത്തൊരു സ്ത്രീനെ കുറിച്ചിട്ട് മറ്റൊരു സ്ത്രീയോ മറ്റൊരു പുരുഷനോ ആരും തന്നെ പറയാൻ പാടില്ലാത്തൊരു കാര്യം സമൂഹത്തിനോട് വിളിച്ചു പറയത്തക്ക വിധത്തിൽ ഷെഫീന ബീവിക്ക് ഒരു വോയിസ് കൊടുത്തിട്ട് അത് 2-3 മാസം കഴിഞ്ഞിട്ട് ഷെഫീന ബീവി യൂട്യൂബിനകത്തെല്ലാം ചർച്ചയാക്കി. ഇവർക്ക് അതിലും വലിയൊരു നാണക്കേട് വേറെ കിട്ടാനില്ല. ആ ഒരു നാണക്കേടിനെ ഇവർ എന്തുകൊണ്ട് നിയമപരമായി നേരിടുന്നില്ല? ഇവനെയൊക്കെ എന്നാ ചെയ്യേണ്ടത്? മുമ്പ് വന്ന കുറ്റിയടിച്ച് പൊട്ടിക്കുമല്ലേ വേണ്ടത് ഇവനെയൊക്കെ? ഇവൻ്റെയൊക്കെ വീട്ടിലെ പെണ്ണുങ്ങളെ പറ്റിയാണോ ഇവൻ ഈ പറയുന്നത്? എനിക്കറിയത്തില്ല രമ്യ. ഇത് ഒരു തരക്കൊന്നും തോന്നുന്നില്ല. ഇവനെയൊക്കെ നിയമപരമായിട്ട് പോയാലേ പറ്റത്തുള്ളൂ. ഇനി എനിക്ക് സമയമില്ലെന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. അല്ല, അപ്പൊ എന്തുകൊണ്ട് ഇത്തരത്തിൽ ഇപ്പൊ പേര് വരെ അറിയാം, ആളാരാന്ന് അറിയാം, അതുൽ എന്ന് പറയുന്ന ഒരുത്തനാണ്. ഞാനിതൊന്നും കാണത്തില്ല, പക്ഷെ ഇങ്ങനെ ഈ ഹെഡിങ് അയച്ചു തരും ആൾക്കാർ. ഞാനിതൊന്നും കാണത്തില്ല, എനിക്ക് ഹെഡിങ് അയച്ചു തരാണ് ആൾക്കാർ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഈ ഒരു തലക്കെട്ട് കണ്ടിട്ട് ആരും വിലയിരുത്തരുത്. ഈ ഒരു തംബ്ലൈനും കാര്യങ്ങളും നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ പൂർണ്ണമായി കണ്ടതിന് ശേഷം അവരെന്താണ് അതിൽ നിങ്ങളെ കുറിച്ച് പറയുന്നതെന്നും കൂടെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്റെ വീട്ടുകാരെയാണ് ഇവൻ പറയുന്നത്. അല്ല, അപ്പൊ എന്തുകൊണ്ട് പോലീസും നമുക്ക് നിയമവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ ഒരു ഇത് എന്തുകൊണ്ട് എടുത്തില്ല? ഒന്നാമത്തെ കാര്യം സമയമില്ല. പിന്നെ ഈ 2-3 ദിവസം വീട്ടുകാരെയും കൂടെ പറയാൻ തുടങ്ങിയപ്പോഴാണ് ഇത് ഇങ്ങനെ വിട്ടിട്ട്. കാരണം അതാ ഞാൻ ചോദിക്കുന്നത്, തുടക്കത്തിൽ ചോദിച്ചാൽ ആത്മഹത്യ ചെയ്യാനാണോ ഇവന്റെയൊക്കെ ഇഷ്ടം? എന്റെ ഫാമിലി ആയിട്ട് ഫുള്ളായിട്ടൊരു എല്ലാവരും കൂടെ ഒരുമിച്ച് ആത്മഹത്യ ചെയ്ത് തീരുന്ന പ്രശ്നമുള്ള ഇവന്മാർക്ക്. ആ കുഞ്ഞുങ്ങളുടെ ഭാവി എന്തിനാണ് ഞാനായിട്ട് കളയുന്നത്? അതെങ്കിൽ ജീവിക്കാനുള്ളതല്ലേ. ഞാൻ ആത്മഹത്യ ചെയ്ത് അവർക്ക് ആരുണ്ട്? അപ്പനും ഇല്ല, അമ്മയും ഇല്ല. കുഞ്ഞുങ്ങളുടെ ലൈഫേ സ്പോയിലായി പോകത്തില്ല. 2 പേരുടെയാണല്ലോ, 2 എൻ്റെ മക്കളാണ്. ഒരു അപ്പനും ഇല്ല അമ്മയും ഇല്ലാതാക്കിയിട്ടാണ് ഇവന്മാർക്ക്. അതിനാണ് ഇവന്മാർ ഉദ്ദേശം. എനിക്കറിയത്തില്ല എന്താണ് ഇവന്മാർ ഉദ്ദേശം എന്നാന്ന് അറിയത്തില്ല. ഞാൻ ഇവന്മാരെ ആരെയും ചെന്ന് തോന്നുന്നില്ല. വല്ലാത്തൊരു തീക്കാത്തൊരവസ്ഥ. എൻ്റെ ദൈവമേ, സുധിച്ചേട്ടൻ. ഓക്കെ, അതുലിനെതിരെ വല്ലാത്തൊരു വിദ്വേഷ പ്രസ്താവനയും കാര്യങ്ങളൊക്കെയാണ് ഇവരെ ഇറക്കുന്നത്. അതുലിനെതിരെ കേസുമായിട്ട് മുമ്പോട്ട് പോയാലേ പറ്റുള്ളൂ, നിയമപരമായിട്ട് നേരിട്ടാലേ പറ്റുള്ളൂ. എന്താണ് ഇവരെ കുറിച്ചിട്ട് അതുൽ പറഞ്ഞ വൃത്തികേടുകൾ എന്നുള്ള കാര്യങ്ങൾ ഇവരൊന്ന് തെളിച്ചു തരട്ടെ. അവർ സോഷ്യൽ മീഡിയക്കകത്ത് കാണിക്കുന്ന കാര്യങ്ങൾ വിമർശിക്കുന്നു. അതിനപ്പുറത്തേക്ക് ആ പുള്ളി ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പള്ളിയിലച്ഛൻ എന്തോ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറമെ അന്വേഷിച്ചു എന്നുള്ള കാര്യങ്ങൾ മാത്രമേ. ഇനിയിപ്പോൾ അത് ഏതെങ്ങാനും സോഷ്യൽ മീഡിയക്കകത്തോട്ട് കൊണ്ടുവന്നാൽ ഇവർക്കത് വേറെ ഏതെങ്കിലും രീതിയിൽ ദുരന്തമാകും എന്നുള്ള ഭയം കൊണ്ടാണ് അന്ന് അവർ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം, അവർ കേസ് കൊടുത്തത് രേണുവിനെ കുറിച്ച് വീഡിയോ ചെയ്യുന്നതിനാണ്. അതിൽ ഈ ഹനാൻ പറഞ്ഞ അത്രയും വലിയ അപവാദങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ റിയാക്ഷൻ വ്ളോഗ് ചെയ്യുന്ന ഒരാളും തന്നെ ഇവരെ കുറിച്ച് പറഞ്ഞിട്ടില്ല, ഒരു അനാവശ്യം പറഞ്ഞിട്ടില്ല. പക്ഷേ ഹനാൻ ഇവരെ കുറിച്ച് പറഞ്ഞ ഈ ഒരു കാര്യം ഇവർ ഇത്ര നിസ്സാരമായി കണ്ട് നോർമലൈസ് ചെയ്തിട്ട് ഇവരിപ്പോഴും കയറുന്നത് അതുൽ എന്ന് പറയുന്ന റിയാക്ഷൻ വ്ളോഗർ തന്നെത്തോട്ടും പിന്നെ അവരെ കുറിച്ച് വീഡിയോ ചെയ്യുന്ന അവരുടെ പ്രവർത്തനങ്ങളിലും പോരായ്മകളെയും ചൂണ്ടിക്കാട്ടുന്ന വീഡിയോ ചെയ്യുന്ന റിയാക്ഷൻ വ്ളോഗേഴ്സിന്റെ തന്നെത്തോട്ടുമാണ് അവർ കയറുന്നത്. അല്ലാതെ ഹനാൻ പറഞ്ഞ കാര്യത്തിന് അവർക്ക് പ്രത്യേകിച്ച് ഒരു പ്രതികരണമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. എന്നെ കുറിച്ചെങ്ങാനും ആണ് ഇത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഞാൻ നിയമപരമായിട്ട് തന്നെ എന്തായാലും നേരിടും. ഞാൻ ആളെ കൂട്ടിക്കൊണ്ടിട്ട് ഏത് ഹോസ്പിറ്റലിനാന്ന് വരെ തെളിയിക്കാൻ പറഞ്ഞു വേണമെങ്കിൽ കയ്യും പിടിച്ച് അവിടെ വരെ കൂട്ടിക്കൊണ്ടു. പിന്നെ അതിലൊരു തീരുമാനമാവുന്നത് വരെ ഞാൻ വെച്ച കാല് പുറകോട്ട് വെക്കത്തില്ല. പക്ഷെ ഇവര് അതിലോട്ടൊന്നും തന്നെ ഇടപെടാനോ കാര്യങ്ങളിലോ ഒരു താല്പര്യം കാണിക്കുന്നില്ല. ഫാമിലിനെ പറഞ്ഞു എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫാമിലിനെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ആകെ പറഞ്ഞത് അന്നാ കിട്ടി വീടിനകത്ത് എല്ലാവരും കൂടെ വന്ന് കിടക്കുന്നത് എല്ലാ ദിവസവും എല്ലാ വീഡിയോസിലും പലപ്പോഴായിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയ കാണുന്ന സമയത്ത് അത് കിച്ചുനും റിതപ്പനും നിങ്ങൾക്കും കൂടെ തന്ന വീടല്ലേ, അവിടെ മറ്റുള്ള ആളുകൾ എപ്പോഴും ഇങ്ങനെ വന്ന് കിടക്കുന്നത് എന്താണ് എന്നുള്ള കാര്യങ്ങൾ വേറെ കുറച്ച് ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇവർ ഈ പറയുന്ന വീട്ടുകാരെ കുറിച്ച് പറഞ്ഞു എന്ന്. അല്ലാതെ വീട്ടുകാരെ കുറിച്ചൊരു മോശമോ അപവാദമോ തെറിവാക്കുകളോ ഒന്നും തന്നെ യാതൊരു തരത്തിലും വേറെ ഒരു റിയാക്ഷൻ വ്ളോഗേഴ്സും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടുകൊടുത്തോളം, ഇനി ഞാൻ കാണാത്ത ആരെങ്കിലും ഉണ്ടോ എന്നറിയില്ല. പക്ഷെ എന്നിരുന്നാലും ഇവർ പറയുന്നത് അതുൽ എന്ന് പറയുന്ന റിയാക്ഷൻ വ്ളോഗറെ കുറിച്ചിട്ടാണ്. അവർ തെറിവാക്കുകളോ അല്ലെങ്കിൽ മറ്റൊന്നും തന്നെ ഇവരുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളെയോ അല്ലെങ്കിൽ ഇവർ പറഞ്ഞല്ലോ ഈ ഫാമിലിയെ അവരെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എന്താണ് ഇവർ വന്ന് പറയുന്നത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല. ആത്മഹത്യാ ഭീഷണി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ആത്മഹത്യ ചെയ്യണം. ആത്മഹത്യ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ടല്ല ആർക്കെതിരെയും റിയാക്ഷൻ വ്ളോഗ് ചെയ്യുന്നത്. നിങ്ങൾ ആ വീഡിയോ കാണുന്ന സമയത്ത് അതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ തിരുത്തിക്കോട്ടെ എന്നും കൂടെ കരുതി ചെയ്യുന്നതാവാം റിയാക്ഷൻ വ്ളോഗേഴ്സ് വീഡിയോസ്. ആത്മഹത്യ ചെയ്യാൻ പാകത്തിനുള്ള വീഡിയോസും കാര്യങ്ങളും ഒന്നും തന്നെ ആരും ചെയ്തിട്ടില്ല. ഹനാൻ പറഞ്ഞ കാര്യം ഒഴികെ. ഹനാൻ പറഞ്ഞ കാര്യത്തിനൊക്കെ ആണെങ്കിൽ ഇവർ പറയുന്നതിലൊരു കാര്യമുണ്ട്, ഞാനെന്താ ആത്മഹത്യ ചെയ്യണം. കാരണം അവരുടെ കുടുംബത്തിനും കുട്ടികൾക്കും തലമുറയ്ക്ക് നാണക്കേട് വരുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് അത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഹനാൻ പറഞ്ഞ കാര്യത്തിനൊക്കെയാണ് ആത്മഹത്യ ചെയ്യണമോ എന്ന് ചോദിക്കുന്നതിൽ ഒരു അർത്ഥമുണ്ട്. അല്ലാതെ ഇവർക്ക് റിയാക്ഷൻ വീഡിയോ ഇടുന്നതിനെ ചൊല്ലിയിട്ട് ഞങ്ങൾ കുട്ടീനെയും കൊണ്ട് ആത്മഹത്യ ചെയ്യണോ എന്ന് ചോദിക്കുന്നതിൽ പ്രത്യേകിച്ച് കഴമ്പുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. സോ നമ്മൾ ഇത് അവരെ കുറിച്ച് ചെയ്യുന്ന അവസാന വീഡിയോ ആയിട്ട് ഇത് കണക്കാക്കുക. നമ്മൾ ഇനിയിപ്പോൾ രേണുവിനെ കുറിച്ച് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യുന്നില്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കുറിച്ച് എന്തെങ്കിലും ചെയ്യാൻ ഉള്ള കാര്യങ്ങളാണെങ്കിൽ, അതായത് റിയാക്ഷൻ ചെയ്യണം എന്ന് അവർ അർഹിക്കുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം നമ്മളത് ചെയ്യും. അല്ലാതെ ചെറിയ ചെറിയ വിഷയങ്ങൾക്കൊന്നും നമ്മൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നതായിരിക്കില്ല എന്നും കൂടെ പറയുന്നു. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ബൈ.